ഹായ് ഒരുവൻ, നമ്മൾ ചിന്തിക്കുന്നത് എക്സോഡസ് ചാപ്റ്റർ 10 ആണ്. പുറപ്പാട് 10-ാം അധ്യായം. അവിടെ ദൈവം 2 ബാധകൾ കൂടി അവിടെ വരുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത്രയും ബാധകളൊക്കെ സംഭവിച്ചപ്പോഴേക്കും മോശ പിന്നെ അടുത്ത് ഫറവോന്റെ ചെന്നിട്ട് ഇസ്രായേൽ മക്കളെ എല്ലാവരെയും വിടുവാനായിട്ട് താൻ അവിടെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫറവോന്റെ ഭൃത്യന്മാർ തന്നെ പറയുകയാണ്, ഈ മനുഷ്യൻ എത്രത്തോളം നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കും എന്നുള്ളൊരു കാര്യം പറയുകയാണ്. അപ്പോൾ ഫറവോനും ആലോചിച്ച് ശരിയാ, മൊത്തം പ്രശ്നം കണ്ടിട്ടുള്ളൂ. അപ്പോൾ പറയണം, ഓക്കെ, ഒരു കാര്യം ചെയ്യാം, പുരുഷന്മാരായിട്ടുള്ളവരൊക്കെ പൊക്കോട്ടെ, കുട്ടികളൊക്കെ ഇവിടെ നിൽക്കട്ടെ എന്നുള്ള ഒരു ഡിമാൻഡ് ഫറവോൻ അവിടെ വെക്കുകയാണ്. അപ്പോൾ മോശ പറഞ്ഞ് അങ്ങനെ പറ്റുകയില്ല, ഞങ്ങൾക്ക് എല്ലാവരുമായിട്ട് പോകണം എന്ന് പറയുകയാണ് ചെയ്തത്. പക്ഷെ ഫറവോൻ അതിന് സമ്മതിച്ചില്ല. ഫറവോൻ അതിന് ഹൃദയം കഠിനപ്പെടുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ മോശ അവിടെ ദൈവം അവിടെ വെട്ടുക്കിളി അയക്കുകയാണ് ചെയ്തത്. വെട്ടുക്കിളി അയച്ച് അവിടുത്തെ കൃഷികളൊക്കെയും എല്ലാം നശിപ്പിക്കുകയായിരുന്നു ചെയ്തത്. കൽമഴ വീണിട്ട് എന്തൊക്കെയാണ് ബാക്കി ഉണ്ടായിരുന്നത് അതൊക്കെ ഈ വെട്ടുക്കിളികൾ വന്ന് മൊത്തം നശിപ്പിക്കുവാനായിട്ട്, കൃഷികളൊക്കെ നശിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അത് മൊത്തം നശിപ്പിച്ച് അതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നീട് ഫറവോൻ്റെ ഹൃദയം ഫറവോൻ പറഞ്ഞു, ഓക്കെ, ഞങ്ങൾ വിടാമെന്നെല്ലാം പറഞ്ഞപ്പോൾ മോശ പ്രാർത്ഥിച്ചപ്പോഴേക്കും വലിയൊരു കാറ്റൊന്ന് വെട്ടിക്കിളിയെല്ലാം കൊണ്ടുപോയി. പക്ഷെ അതിനുശേഷം പിന്നീടും ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു എന്നാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കഠിനപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അവിടെ അടുത്ത ബാധയായിട്ട് ദൈവം കൊണ്ടുവരുത്തിയത് വലിയൊരു കൂരിരുട്ടായിരുന്നു. അവിടെ മൊത്തം ഇരുട്ടായിട്ട് ആർക്കും ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. പക്ഷെ ഇസ്രായേൽ മക്കളുടെ വീട്ടിൽ മാത്രം വെളിച്ചമുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി അവിടെ. പക്ഷെ ബാക്കിയുള്ളിടത്തല്ല, ഇസ്രായേലിൽ ബാക്കിയുള്ളിടത്തും ഭയങ്കര ഇരുട്ടായിരുന്നു. അങ്ങനെ ഇരുട്ടായി കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോൾ ഫറവോൻ പറഞ്ഞ്, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ നിങ്ങളുടെ പുരുഷന്മാരും കുട്ടികളും എല്ലാവരും പൊക്കോ, പക്ഷേ നിങ്ങളുടെ ഈ മൃഗങ്ങളെ മാത്രം അത് അവിടെ വെക്കണം എന്ന് പറഞ്ഞു. അതിനെ മാത്രം വെച്ചിട്ട് കന്നുകാലികളൊക്കെ അവിടെ വെച്ചിട്ട് ബാക്കി മനുഷ്യരെല്ലാവരും അവിടെ പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ മോശം പറ്റില്ല, ഞങ്ങൾക്ക് മൃഗങ്ങളിലെയും കൂടെ യാഗം കൊടുക്കാനായിട്ടുള്ളതാണെന്ന് പറഞ്ഞു. പക്ഷെ ഫറവോൻ അതിന് സമ്മതിച്ചില്ല. ഫറവോൻ കഠിനപ്പെട്ടതിന് ശേഷം ഫറവോൻ പറഞ്ഞു, അവിടെ പുറത്താക്കി, നിന്നെ എനിക്ക് കാണണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അവരെ പുറത്താക്കി കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ ഒരു ചാപ്റ്റർ അവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അവരുടെ മനസ്സ് പിന്നെയും കഠിനമാകുന്നു. ദൈവമായിട്ട് കൂടുതൽ റിബല്യൻ ചെയ്യുന്നതായിട്ടുള്ള ഒരു മനസ്സാണ് നമ്മൾ ഈ മനുഷ്യനിൽ നിന്ന് നമ്മൾ കാണുന്നത്, അല്ല മനുഷ്യരിൽ നിന്നൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷേ ദൈവം ഇസ്രായേൽ മക്കളെ കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് വെട്ടുക്കിളിയുടെ ശല്യം അവർക്കുണ്ടായില്ല. ഇരുട്ടിൻ്റെ ശല്യം വന്നപ്പോഴും അവർക്കതൊരു ബുദ്ധിമുട്ടായിരുന്നില്ല. പക്ഷേ ബാക്കി എല്ലാവർക്കും അതിൻ്റെ ആ ഒരു കോൺസിക്വൻസ് ഫേസ് ചെയ്യേണ്ടി വന്നു എന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഒന്നാമത്തെ കാര്യം, ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. ദൈവം നമ്മൾക്കെതിരെ ആര് പ്രവർത്തിച്ചാലും ദൈവം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമതുള്ളത്, ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴും ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു. പക്ഷെ ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടപ്പോൾ അതിൽ ഫറവോൻ്റെ ഈ ഡിസിഷനായിട്ട് ബന്ധമില്ലാത്ത കുറേ ഈജിപ്ഷ്യൻ ആൾക്കാരുണ്ട്, സാധാരണക്കാരായിട്ടുള്ള. അവർക്കും അതിൻ്റെ ആ ഒരു കോൺസിക്വൻസ് അവർക്കും ഫേസ് ചെയ്യേണ്ടി വന്നു. അവരുടെ കന്നുകാലികളൊക്കെ ചത്തുപോകേണ്ടി വന്നു. അവരുടെ വീട്ടിലൊക്കെ വെട്ടുക്കിളി വന്നു. അവരുടെ കൃഷികളൊക്കെ വെട്ടുക്കിളി നശിപ്പിച്ചു. അപ്പോൾ ഫറവോൻ്റെ ഈ പ്രവർത്തിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ഡിസിഷനായിട്ട് ഒരു ഇൻഫ്ലുവൻസും ചെയ്യാത്ത പല സാധാരണ ആൾക്കാരുണ്ട്. അവർക്കും ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു എന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ മറ്റൊരാളുടെ ആ ഒരു പ്രവൃത്തി കൊണ്ട് വേറെ പലർക്കും കൂടെ അതിൻ്റെ ആയിട്ടുള്ള ഭവിഷ്യത്ത് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മുടെ കൂടെയുണ്ട്. എല്ലാത്തിനെയും സൃഷ്ടിച്ച ദൈവം, എല്ലാവരെക്കാളും ശക്തനായിട്ടുള്ള ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്കൊന്നിനെ പറ്റിയും ഭയപ്പെടേണ്ട എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ചിന്തകൾ നമ്മളെ ധൈര്യത്തോടെ ജീവിക്കുവാനായിട്ട്, ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ, ദൈവത്തെ കൂടുതൽ ട്രസ്റ്റ് ചെയ്ത് ജീവിക്കുവാനായിട്ട് ഇന്നത്തെ ഈ ചിന്തകൾ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.